ഹായ്, എസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മുടെ പാർട്ട്ണർ വീണ്ടും വീണ്ടും എടുത്തിടുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ അത് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറന്നിട്ടുണ്ടാവില്ല. അവരിങ്ങനെ ഓരോ പ്രശ്നം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആ കാര്യങ്ങൾ എടുത്തിടും. അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നിങ്ങളുടെ പാർട്ട്ണർ എടുത്തിടുന്നുണ്ടെങ്കിൽ, ചർച്ചാ വിഷയമാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ ഇത് മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൽ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഹീൽ ആയിട്ടില്ല എന്നുള്ളത് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അതായത് ചിലപ്പോൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ വിചാരിക്കേണ്ടാവും എത്ര വർഷം മുന്നേ നടന്ന കാര്യമാണ് എന്നുള്ളതൊക്കെ, എന്നിട്ട് ഇപ്പോഴും അത് വിട്ടിട്ടില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ആൾക്ക് ഇപ്പോഴും ആ ഒരു ഫീല് മാറിയിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു വിഷമം ആൾക്ക് മാറി കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഹീലാവാത്തത് കൊണ്ടാണ് ആൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടാവുക, നമ്മളെല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഇപ്പൊ നമുക്കാണ് ഹേർട്ട് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. നമ്മൾ മറ്റാരെങ്കിലുമാണ് ഹേർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ മറന്നു കളയും. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. സോ അത് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് കുറച്ചുകൂടി അധികമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവർക്കത് ഹീലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പഴയ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആളിപ്പോഴും അതൊന്ന് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴിഞ്ഞതാണ്, ഞാനത് വിട്ടതാണ്, അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇപ്പോഴും ഇവരാണ് ഇമ്പോർട്ടൻ്റ്, അന്ന് പറഞ്ഞു പോയത് തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. സോ അങ്ങനെ പറഞ്ഞത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ അവർ വീണ്ടും പഴയ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ കാര്യം ആ ടോപ്പിക്കേ വിട്ടിട്ട് വേറെ കാര്യം സംസാരിക്കരുത്. കാരണം അപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. നേരെ മറിച്ച് നിങ്ങൾ സംസാരിച്ച് തന്നെ അത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരത് വിട്ട് കളയും. പിന്നീട് അവർ അതിനെക്കുറിച്ച് പറയാൻ ചാൻസ് കുറവാണ്. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹീലായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫീലിങ്സ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു കാര്യം അറിയണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അപ്പം എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾ അതിനെ എങ്ങനെ എടുത്തു എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും അന്ന് സംഭവിച്ചു പോയത് തെറ്റാണ്, പക്ഷെ എൻ്റെ സത്യാവസ്ഥ ഇതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർക്ക് അറിയണ്ടായിരിക്കും. എല്ലാ കാര്യവും നിങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് അവർക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ പറയണ്ടാവും, അതായത് അവർ ആ ഒരു കാര്യം എടുത്തിടുമ്പോൾ അന്ന് എനിക്ക് ഇങ്ങനെ വിഷമമായി എന്നുള്ളത് അറിയോ എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അത്രയും വിഷമം ഉണ്ടാവും. മാത്രമല്ല നീ ആയതുകൊണ്ടാണ് ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് പുകഴ്ത്തി പറഞ്ഞാൽ മതി, പ്രശ്നം അവിടെ തീരും. അവർക്ക് അറിയേണ്ടത് അവർക്ക് അപ്പോൾ ഉണ്ടായിട്ടുള്ള ഫീല് അത് നിങ്ങൾ മനസ്സിലാക്കിയോ എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ട്രസ്റ്റ് ഇപ്പോഴും റീബിൽഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു സംഭവത്തിന്റെ പേരിൽ ചെറിയ രീതിയിലൊക്കെ വിശ്വാസക്കുറവ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അവർക്കത് ആ വിശ്വാസക്കുറവ് മാറ്റണം. അതായത് നിങ്ങൾ പഴയ പോലെ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിന് വഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഒരു കാര്യം ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ വിശ്വാസം നേടിയെടുക്കാൻ പറ്റൂല. പുതിയ എന്ത് കാര്യം സംഭവിക്കുമ്പോഴും ഇവർ അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും, ഉറപ്പാണ്, ഈ രീതിയിലൊക്കെ അവരതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളുടെ ഫോണിലൊരു മെസ്സേജ് കണ്ടു എന്ന് വിചാരിക്കുക, അവർക്കത് ആരാന്നുള്ളത് അറിയില്ല. നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ആൻസർ പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾ കുറേ തപ്പിക്കളിച്ച് ഏതോ ഒരു പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അതുകൊണ്ട് വിശ്വാസം വന്നില്ല. പിന്നീട് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ അവരറിയാതെ ഇപ്പൊ ജസ്റ്റ് പുറത്തു പോയിട്ട് കോൾ വന്നാൽ പുറത്തു പോയി സംസാരിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് വന്നാൽ അവർ കാണാതെ റിപ്ലൈ കൊടുക്കാൻ നോക്കുക. ഇതൊക്കെ അവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവർ എത്ര വർഷം കഴിഞ്ഞാലും ആ കാര്യമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നുള്ളതാണ്. കാരണം അവർക്ക് അപ്പം നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വാസം വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവരെ കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ആകുമ്പോഴും പഴയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പറയും. നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ബിഹേവിയർ ആ പഴയ കാര്യം ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരിക്കാം എന്നുള്ളതാണ്. അതായത് മുമ്പേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് പിന്നെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയെന്ന് വിചാരിക്കാം. പക്ഷെ വീണ്ടും നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി കഴിഞ്ഞാൽ, അതായത് കുറച്ച് നാൾ ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ വീണ്ടും
പഴയ രീതിയിലേക്ക് കുറച്ചിങ്ങനെ സീക്രട്ടൊക്കെ കീപ്പ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പഴയ കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കും. അതായത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മെസ്സേജ് എന്ന് തന്നെ നമുക്ക് എടുക്കാം. റിലേഷൻഷിപ്പിന്റെ കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു മെസ്സേജ് കണ്ടു എന്ന് വിചാരിക്കാം. എന്നിട്ട് അത് കണ്ടു, നിങ്ങളോട് സംസാരിച്ചു, അപ്പൊ പിന്നെ അങ്ങോട്ട് നിങ്ങൾ ഓക്കെ ആയി. അങ്ങനെ ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും പിന്നെ കാണുന്നേ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് ഭയങ്കര സ്നേഹമായി. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നിങ്ങൾ കുറെ സീക്രട്ട് കീപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് ഫോണിൽ ഇങ്ങനെ കോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോള് പുറത്തെടുക്കുക, അവർ കാണാതെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു പെരുമാറ്റം പഴയതുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നും എന്നുള്ളതാണ്. പഴയ രീതിയിലുള്ള ആ ഒരു പെരുമാറ്റം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. അങ്ങനെ ആകുമ്പോൾ അവർ വീണ്ടും ആ കാര്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങും. അതാണ്. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും ഇങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അവർ പറയുന്നതിന്റെ പുറകിലെ റീസൺ എന്ന് പറയുന്നത് എപ്പോഴും ഹേർട്ട് ആവണം എന്നില്ല. അതായത് അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കില്ല അവരങ്ങനെ പറയുന്നുണ്ടാവുക. ചിലര് ഇതൊരു ആയുധമായിട്ട് എടുത്തേക്കാം എന്നുള്ളതാണ്. നിങ്ങളെന്ന് ഗിൽറ്റ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അവർ ആ ഒരു ആർഗ്യുമെന്റിൽ ജയിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും. അതായത് ആ ഒരു കാര്യം എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തമ്മിലൊരു വഴക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാൻ കിട്ടില്ല. അപ്പൊ നിങ്ങളവിടെ തോറ്റു പോവില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആർഗ്യുമെന്റിൽ ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഇവര് ചിലപ്പോൾ നിങ്ങളടുത്ത് ആ കാര്യം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുണ്ടാവാം. അത് അവരെ ഹേർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാവില്ല. സോ ഇങ്ങനെയാണ് അവർ പറയുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു നല്ല റിലേഷൻഷിപ്പ് ആവാൻ സാധ്യതയില്ല എന്നുള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരിങ്ങനെ വീണ്ടും വീണ്ടും എടുത്തിട്ട് പറയുകയാണ്, സോ സമാധാനമേ ഇല്ല എന്നൊക്കെ തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കുക. അതാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. ആ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. അത് മതി. പിന്നെ അവരത് വിട്ട് കളഞ്ഞോളും. പിന്നെ നിങ്ങൾ പഴയ രീതിയിൽ പെരുമാറാതിരിക്കുക. കുറേയൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങളെ കൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അവർ ഓക്കെ ആവുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്